ക്യാമ്പസ് ഫൈറ്റുകൾ. നിങ്ങൾ നോക്കൂ, രാവിലെ അടി, വൈകുന്നേരത്തെ അടി, ആർട്സിനടി, സ്പോർട്സിന് അടി, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അടി, ഇങ്ങനെ പലതരത്തിലാണ്. എനിക്കിതിന് നമ്മൾ പ്രിയപ്പെട്ട കുട്ടിയോട് പറയാനുള്ളത്, ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ യങ്ങർ ജനറേഷനാണ് നമ്മുടെ ഏറ്റവും നല്ല ഊർജ്ജമുള്ള എനർജിയുള്ള സമയമാണ്. ഈ സമയം നമ്മളിതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടാവാം. പല സൗഹൃദത്തിന് വേണ്ടിയാവാം, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാവാം, ഹരത്തിന് വേണ്ടിയിട്ടാവാം, റീലെടുക്കാൻ വേണ്ടിയിട്ടാവാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം കൂടി ഒന്ന് ആലോചിക്കണം നല്ലതാണ്. ആവേശത്തിന് പുറത്ത് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളുണ്ടല്ലോ, നമുക്കൊരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയ തെറ്റുകളായിട്ട് മാറാറുണ്ട് അല്ലേ. നമുക്കിടയിൽ ഇനിയൊരു ഷഹബാസ് ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ അറിയാതെ നൽകുന്ന, നമ്മൾ ചിലപ്പോൾ ഒരു ദേഷ്യത്തിന് പുറത്ത് ഉന്തുന്ന ഒരു ഉന്തായിരിക്കാം, ഒരു കിക്കായിരിക്കാം, ഒരു പഞ്ചായിരിക്കാം, അത് ഏതെങ്കിലും ഒരു മർമ്മസ്ഥലത്തോ ചെന്ന് വീഴുന്നത് ഏതെങ്കിലും മൂർച്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ജീവിതം ഇല്ലാതെയാവാണ്. ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഞാൻ കാരണം എന്ത് ചെയ്യില്ല, ഒരാൾക്കും ഒരു സങ്കടവും ഒരു പ്രയാസവും ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഓരോ വിദ്യാർത്ഥികൾ തീരുമാനിക്കാൻ കഴിയണം. ഈ സമയത്ത് നമ്മളെ മോട്ടറാക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. പോയി ചോദിക്കടാം, പോയി തല്ലടാ, അവനെല്ലാം നോക്കണത്, അവർ നമ്മൾ ജൂനിയർ അല്ലേ, സീനിയർ അല്ലേ, പല കാരണങ്ങളുണ്ടായേക്കാം. അതിന് നമ്മളെങ്ങനെ മോട്ടറാക്കിയിട്ട് പോയി വിടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരൊരു പ്രശ്നത്തിലും ചെന്ന് പെടൂല. അവസാനം ഞാനും എൻ്റെ കുടുംബവും മാത്രം ഒറ്റപ്പെടുന്ന, എൻ്റെ പഠിപ്പ് അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും ഒരാളെ മുന്നിലും, രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, സൗഹൃദത്തിനാവട്ടെ, ഗ്യാങ്ങുകൾക്ക് വേണ്ടിയാവട്ടെ, അതൊരിക്കലും പണയം വെക്കരുത്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ വിദ്യാർത്ഥികളാണ്, ഗുണ്ടകളല്ല. താങ്ക് യു.